ഇന്നലെ രാത്രി അച്ഛനമ്മയും വളരെ തിരക്കിലായിരുന്നു കേട്ടോ. രാവിലെ വിഷുക്കണി കാണിക്കാവുന്ന തിരക്കിലായിരുന്നു. എന്തായാലും 4 മണിക്ക് എണീപ്പിച്ച് ഞങ്ങളെല്ലാം വിഷുക്കണി കാണിച്ചു കേട്ടോ. അമ്മേൻ്റെ തിരക്ക് ഇതുവരെ മാറിയിട്ടില്ല. മക്കളെ വിഷുക്കണി കാണിക്കുകയാണ്. കുഞ്ഞാറ്റ വിഷുക്കണി കണ്ട് കിളി പോയി നിൽക്കുന്ന നിപ്പാട്ടോ. രണ്ടാൾക്കും ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു രാവിലെ ഞാൻ എണീറ്റ് കണി കണ്ടപ്പോഴും കേട്ടോ. ഇതാണ് കേട്ടോ അച്ഛനമ്മയും ഞങ്ങൾക്ക് ഒരുക്കിയ വിഷുക്കണി. എന്തായാലും വിഷുക്കണി കണ്ട് കുളിച്ച് അമ്പലത്തിൽ പോകാനുള്ള മുമ്പ് അച്ഛൻ്റെ നിന്ന് കൈനീട്ടം വാങ്ങുന്നൊരു ശീലമുണ്ട് കേട്ടോ. അങ്ങനെ കൈനീട്ടത്തിൽ നിൽക്കുന്ന ക്യൂ ആയിട്ടായി കാണുന്നത്. എല്ലാവർക്കും കിട്ടി ഒരു തുക, എനിക്കും കിട്ടി കേട്ടോ. ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ച് മേടിക്കും, അത് വേറൊരു കാര്യം. അച്ഛൻ്റെ നിന്ന് രാവിലെ തന്നെ ഒരു കൈനീട്ടം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാഞ്ഞയ്ക്കും കൈനീട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വേക്കുന്നൊരു വിളി, എനിക്കും വേണം. അങ്ങനെ അവക്കും കൊടുത്ത് കൈനീട്ടം കേട്ടോ. എന്തായാലും അവർക്കെല്ലാം കൈനീട്ടം കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുക. തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തി. വഴിപാടുകൾ ചെയ്യാനുള്ള കൗണ്ടറിലേക്കായിട്ടോ അടുത്ത പോക്ക്. അങ്ങനെ വഴിപാട് കൗണ്ടറിലെത്തി റെസീറ്റും ചെയ്ത് റെസീറ്റൊക്കെ ഹൈറ്റൊക്കെ ആയിട്ടോ അമ്പലത്തിലും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി പ്രസാദം കഴിച്ച് സെൽഫിക്ക് ഒരു പോസ്റ്റ് ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി ബാക്കി നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം. ബൈ ബൈ.